നായകനായിരുന്ന വിപ്ലവ സൂര്യൻ കേരള ജനത നെഞ്ചോട് ചേർത്ത നമ്മുടെ മുൻ മുഖ്യമന്ത്രി VSന്റെ അഭാവം നമ്മൾ കേരള ജനതയെ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഉപയോഗത്തിൽ നമ്മൾക്കെല്ലാം ഒരു നിമിഷം മൗനം ആചരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മൺസൂൺ ഫ്രണ്ട് ചെയർമാൻ തോമസ് ആന്റണി, നമ്മളെല്ലാം ഇന്നത്തെ ഈ മൺസൂൺ ഫ്രണ്ട് വിശിഷ്ടാതിഥി പേരാവൂർ DYSP ശ്രീ ആസാദ് എം സാർ, മൺസൂൺ ഫ്രണ്ട് കൺവീനർ ബിജു PN, പേരാവൂർ റണ്ണേഴ്സ് ക്ലബ് സെക്രട്ടറി ഷിജു ആര്യപ്പറമ്പ്, ട്രഷറർ ജെയിംസ് തേക്കനാൽ, നല്ലവരായ നാട്ടുകാരെ, മീഡിയ സുഹൃത്തുക്കളെ, ഓട്ടം നേട്ടങ്ങൾക്ക് വഴിയാകുന്നു എന്ന സന്ദേശവുമായി പേരാവൂർ റണ്ണേഴ്സ് സംഘടിപ്പിക്കുന്ന മൺസൂൺ റൺ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുകയാണ്. മഴയായാലും മഞ്ഞായാലും വെയിലായാലും ആരോഗ്യ സംരക്ഷണത്തിന് മുഖ്യ സ്ഥാനം നൽകണമെന്ന ഒരു സന്ദേശം കൂടെ ഞങ്ങൾ ലക്ഷ്യമിടുകയാണ്. സ്വന്തം ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ദിവസവും 1 മണിക്കൂറെങ്കിലും ചെലവഴിക്കാൻ സാധിക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ പ്രായക്തമാക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ഒരു കൂട്ടായ്മയാണ് പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്. ഇവിടെ പ്രായമോ രാഷ്ട്രീയമോ മതമോ ലിംഗവ്യത്യാസമോ ഒന്നും ഞങ്ങളിലില്ല. ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കുന്ന തരത്തിലുള്ള മാരത്തോൺ, മൺസൂൺ റൺ ഇതുപോലുള്ള പുതിയ പുതിയ നല്ല കായിക വിനോദങ്ങളുമായി പേരാവൂർ റണ്ണേഴ്സ് ക്ലബ് പേരാവൂരിൽ നിന്നും ഉണ്ടാകുമെന്ന് പറയുവാൻ ഞങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. നമ്മൾക്ക് ഇന്ന് സമയം വളരെ ഷോർട്ട് സമയമായതുകൊണ്ട് നമ്മളുടെ മുഖ്യ അതിഥിയും പേരാവൂർ DYSPയും ഒരു കൊച്ചു സന്ദേശം ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റണ്ണേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയും ഓർമ്മ നേരുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഞാൻ നമ്മുടെ വിശിഷ്ട അതിഥികളിലേക്ക് കൈമാറുകയാണ്. ഈ ഒരു മാരത്തോണിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ഓട്ടക്കാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കാരണം കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. കൊറോണയ്ക്ക് ശേഷം നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ, ടെക്നോളജിയുടെ അതിപ്രസരം ഉണ്ടായ മാറ്റങ്ങൾ, ഈ ഒരു 2 ഘടകങ്ങളും നമ്മുടെ ജീവിതശൈലിയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വാട്സപ്പിൻ്റെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം സമൂഹത്തിലുണ്ടായ പരിമിതികളും മാറ്റങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം കൂട്ടായ്മയുടെ പ്രാധാന്യത്തെ പറ്റി മാത്രം സൂചിപ്പിക്കാൻ ഞാൻ അവസാനിപ്പിക്കാം. കാരണം നേരത്തെ സൂചിപ്പിക്കും, ഒരു മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റു ചിന്തകളോ ഒന്നും ഇല്ലാതെ സ്പോർട്സിന് വേണ്ടി മാത്രം ഉള്ള ഒരു കൂട്ടായ്മയാണ് ഈ ഒരു പേരാവൂർ റണ്ണേഴ്സ് ക്ലബ് എന്ന് പറയുന്നത്. നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിനുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഘടകവും അത് തന്നെയാണ്. നമുക്ക് മതമില്ല, ജാതിയില്ല, നമുക്ക് മറ്റു ചിന്തകളില്ല. നമ്മളൊരു മനുഷ്യരാണ് എന്നുള്ള, സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരാണ് എന്നുള്ള ഒറ്റ ബോധമാണ് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിലുള്ളത്. ഒരു ടീം അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ ഏറ്റവും കൂടുതൽ സമൂഹത്തോട് പറയുന്നു അത് തന്നെയാണ്. ആ ഒരു കൂട്ടായ്മ നിലനിൽക്കുന്നത് ഈ ഒരു പേരാവൂരിന്റെ സാമൂഹ്യ ശക്തിക്ക് അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിക്ക് ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ കൂടിയെത്തിയത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ടെക്നോളജി അതിപ്രശ്നം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് രോഗമായാലും ജീവിതശൈലി രോഗമായാലും ഒക്കെയുള്ള ഒരു മരുന്ന് എന്ന് പറയുന്നത് കൃത്യമായ വ്യായാമമാണ്. ഈ ഒരു ഓട്ടത്തിൽ കൂടി നമ്മുടെ സമൂഹത്തിന് യുവതലമുറയ്ക്ക് ഈ ഒരു 2 സന്ദേശവും നൽകാൻ ഈ ഒരു പേരാവൂർ റണ്ണേഴ്സ് ക്ലബിന്റെ ഈ ഒരു പരിപാടിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് ഇൻസ്ട്രക്ഷൻ സ്വീകരിച്ച് തയ്യാറാവുക. നമ്മുടെ വിശിഷ്ടാതിഥി റോഡിൽ വന്നിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും ലൈനപ്പ് ആവുക. നമ്മുടെ സേഫ്റ്റിയും കൂടി ശ്രദ്ധിക്കണം. വണ്ടിയില് വാട്ടർ സ്റ്റേഷൻ അറേഞ്ച് ചെയ്തിട്ട് വെള്ളം കുടിക്കണം. മണപ്പുറയിൽ റിഫ്രഷ്മെന്റ് ഉണ്ട്. നിങ്ങളുടെ പിന്നിലായി തന്നെ ആംബുലൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഭാരവാഹികളെ നിങ്ങൾ അറിയിക്കേണ്ടതാണ്.
ബസ് വരുന്നുണ്ട്, അതൊക്കെ സൂക്ഷിക്കണം കേട്ടോ, പതുക്കെ ഓടണേ. കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ്. 5, 4, 3, 2, 1. നേട്ടങ്ങൾക്ക് വഴിയാകും എന്ന സന്ദേശവുമായി പേരാവൂർ റണ്ണേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മത്സരം 2025 നീന്തൽ മത്സരം ആരംഭിക്കുക. റണ്ണേഴ്സ് ക്ലബ്ബ് നടത്തിയ ഏകദേശം സമാപന വേളയിലേക്ക് വരികയാണ്. നമ്മളൊരു സ്വിമ്മിംഗ് ഡെമോ ഇവിടെ നടത്താൻ പോവുകയാണ്. അതിന് തയ്യാറായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. സേഫ്റ്റി മുഖ്യമാണ്. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് മാത്രമാണ്, നീന്തൽ അറിയാവുന്നവർ മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. പേരാവൂർ റണ്ണേഴ്സിന്റെ കരുത്തരായ ഒരു മെമ്പറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വിമ്മിംഗ് ഡെമോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റെഡി റെഡി 8 പേരാണ് സ്വിമ്മിംഗ് പങ്കെടുക്കുന്നത്. റെഡി 1. മോളിൽ നിന്ന് ചാടാൻ നിൽക്കുന്നുണ്ട് 3. 7 പേരാണ് നീന്തലിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും കാപ്പി മനോഹരമായ മൺസൂണിന്റെ സമാപന വേളയിൽ സ്വിമ്മിംഗ് ഡെമോ ആണ് ഇവിടെ നടന്നത്. ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ നമ്മുടെ പേരാവൂർ ഫയർഫോഴ്സിന്റെ ആളുകൾ നീന്തൽ പരിശീലനം നൽകുന്നുണ്ട്. കഴിഞ്ഞ 6 ദിവസങ്ങളായി ഇവിടെ നീന്തൽ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വിമ്മിങ്ങിന്റെ ക്ലാസ് നടക്കുന്നത് 10 ദിവസമായി. 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ പേരാവൂർ റണ്ണേഴ്സ് ക്ലബിന്റെ കരുത്തരായ സ്വിമ്മിംഗ് ടീമാണിത്. അപ്പം എല്ലാവരും കൈയടിച്ചവർക്ക് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കുക. എല്ലാവരും നല്ല ക്ലാപ്പ്. ഓക്കെ, ഇനി നമുക്ക് നമസ്കാരം.
എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇവിടെ സ്വിമ്മിംഗ് നടക്കുന്നതാണ്. പേരാവൂർ റമേശ് ക്ലബും അതോടൊപ്പം തന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ സ്വിമ്മിംഗ് ചെയ്യുന്നുണ്ട്. സ്വിമ്മിംഗ് അറിയാവുന്നവർക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം. എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 7 മണി വരെ. നീന്തൽ നേട്ടങ്ങൾക്ക് കാരണമാകട്ടെ. താങ്ക് യു. ഒരു സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ എല്ലാവരും നീന്തൽ അറിയാത്ത എല്ലാവരും നീന്തൽ പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ കാലാവസ്ഥ അതുപോലെയാണ്. പല ടൈമിലായിട്ട് കാലാവസ്ഥ മാറി മറിഞ്ഞ് വരികയാണ്. അപ്പോൾ നീന്തലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇനി അത്യാവശ്യമായി വരികയാണ്. നീന്തൽ മാത്രമല്ല, നമ്മുടെ എക്സസൈസുകളെല്ലാം